എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള 12 അടയാളങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്, നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണ് എന്നുള്ളതിനുള്ള ഒന്നാമത്തെ അടയാളം, യു റെയർലി എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. ഒരു സാധാരണക്കാരനാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും അല്ല എങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ടേഷൻ എന്നുള്ളത് വളരെയധികം കൂടുതലായിരിക്കും. ഞാനൊരു സമയത്ത് എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സോ അവൻ എനിക്ക് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുക, അവർ തിരിച്ച് ഇങ്ങോട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുക, മറ്റുള്ള ബന്ധങ്ങളിൽ നിന്ന് സഹായം, അതുപോലെ എമോഷണൽ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണക്കാർ കൂടുതലായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി റയർ ആയിട്ട് മാത്രമേ കാര്യങ്ങളെ എക്സ്പെക്ട് ചെയ്യാറുള്ളൂ. രണ്ടാമത്, യു ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ എമോഷൻ ആൻഡ് ഇൻ്റലിജൻസ്. നമുക്ക് എമോഷൻ്റെ കാര്യത്തിലും എവിടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യണം, എവിടെ എമോഷൻസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ബാലൻസ് ഉണ്ടായിരിക്കും. ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് ഇൻ്റലിജൻ്റ്ലി തന്നെ മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആസ്വദിക്കേണ്ട സിറ്റുവേഷനിൽ എമോഷൻസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ട് എമോഷൻസും യൂസ് ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്, നത്തിങ് ആങ്കേഴ്സ് യു സോ ഈസിലി. ചെറുതായിട്ട് തന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളോട് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന സമയത്ത് പലർക്കും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ ദേഷ്യം വരുന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ ദേഷ്യത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഒരു ന്യൂസ് കേട്ടു എന്ന് പറഞ്ഞിട്ടോ, പെട്ടെന്ന് ഒരാൾ സ്പീഡായിട്ട് നമ്മളുടെ മുന്നിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടോ, അത്തരത്തിൽ സിമ്പിൾ ആയിട്ട് തന്നെ ടെമ്പർ ആവുന്ന വ്യക്തി ആയിരിക്കില്ല. നാലാമത്, യു ആർ സീരിയസ് അബൌട്ട് യുവർ ആൻഡ് അതേഴ്സ് ബൗണ്ടറീസ്. നിങ്ങൾക്കായിട്ട് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ മറ്റുള്ളവരെ സെറ്റ് ചെയ്ത ബൗണ്ടറീസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അഞ്ചാമത്, നിങ്ങൾക്ക് അപ്പോളജീസ്, അതായത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ക്ഷമ ചോദിക്കേണ്ട സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മടി എന്ന് പറയുന്നതിനേക്കാളും അപ്പോളജീസ് എന്നുള്ളത് നിങ്ങൾ ഒരു നോർമലൈസ് ആയിട്ടുള്ള ഒരു തിങ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതായത് എല്ലാ സിറ്റുവേഷൻസിലും പോയി അപ്പോളജീസ് ചോദിക്കുക എന്നുള്ള രീതിയിലല്ല, ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇഫ് നീഡഡ് യു ക്യാൻ ആസ്ക് അപ്പോളജീസ്. അതായത് എല്ലാ സിറ്റുവേഷനിലും പോയിട്ട് അപ്പോളജി മേടിക്കുക എന്നുള്ളതല്ല, ഇഫ് നീഡഡ് യു ക്യാൻ നോർമലൈസ് ദ തിങ്. ചിലരുണ്ടാവും, ഇല്ല ഞാൻ അവൻ്റെ അടുത്ത് എന്ത് തന്നെ വന്നാലും ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ടൊന്നും ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നോ, എനിക്ക് തെറ്റുപറ്റിയതാണെന്നോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നോ, ക്ഷമ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പോയി ചോദിക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ചിലരിൽ ഉണ്ടാവുക. പക്ഷെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ മുൻപ് പറഞ്ഞ രീതിയിലായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് വർക്ക് ആവുന്നുണ്ടാവുന്നത്. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പെർഫ്യൂം കൂടി പരിചയപ്പെടുത്തി തരാം. ബിയോഡോയുടെ സുനാമി. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ലെമൺ, റോസ്മെരി, ബെർഗമോട്ട് തുടങ്ങിയ കാര്യങ്ങളും, മിഡിൽ നോട്ടിൽ ജാസ്മിൻ, ഓക്മോൻ, സൈലമൻ, കോറിയൻഡർ തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം നോട്ടിലായിട്ട് മസ്ക്, സെഡാർ, സാൻഡൽവുഡിൻ്റെ ഒക്കെ മിക്സ് ആണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് പ്രൈസിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സുനാമി എന്നുള്ളത് ബിയോഡോയുടെ ഒരു ന്യൂലി ലോഞ്ച്ഡ് പെർഫ്യൂമാണ്. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് മേടിച്ചതായിരുന്നു. പക്ഷെ എക്സ്പീരിയൻസ് എന്നുള്ളത് അടിപൊളിയായിരുന്നു. ഈ അടുത്ത് തന്നെ ബിയോഡോ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാനുള്ള ഇൻട്രസ്റ്റ് വരാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഫിലിം ഫെയർ അവാർഡിൽ വിക്കി കൗശൽ ബിയോഡോ വിസ്കി സ്മോക്ക് പെർഫ്യൂമിനെ പറ്റിയിട്ട് ആ ഒരു ഫിലിം ഫെയറിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. I love whiskey smoke by Beardo, and that's what I'm wearing right now. പിന്നെ ഞാനും ഇതിനു മുമ്പ് വിസ്കി സ്മോക്ക് എന്നുള്ള പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പ്ലസ് പിൻ കമൻറ്റിലും. ആറാമത്, യു ഡോണ്ട് ടേക്ക് ക്രിറ്റിസിസം നെഗറ്റീവ്ലി. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആളുകൾ നിങ്ങളെ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുക, എടാ നിൻ്റെ അത് പ്രശ്നമാണ്, നിനക്കത് നീ അത് അത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തില്ല. എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ടാവും, ഒരുപാട് ക്രിറ്റിസിസവും വരുന്നുണ്ടാവും. സോ ഇതിപ്പോൾ ഒരു സാധാരണ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് മെൻ്റലി ഡൗൺ ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാതെ അവരെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു തിങ് ആയിട്ടായിരിക്കും അതിനെ കാണുക. ഏഴാമത്, യു ആർ വില്ലിംഗ് ടു ചേഞ്ച് വെൻ നെസസറി. അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളത് ഇത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കാതെ
നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ആവാനും അഡാപ്റ്റ് ആവാനും ഒക്കെ തയ്യാറായിരിക്കും. 8th one, യു ആർ അവെയർ ഓഫ് യുവർ ലിമിറ്റേഷൻസ്. നമ്മൾ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു ലിമിറ്റേഷൻസോ അല്ല എന്നുണ്ടെങ്കിൽ കുറവുകൾ എന്നുള്ളതോ സംതിങ് ഉണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിൽ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ പോസിറ്റീവ് സൈഡ് ഇതാണ്, എൻ്റെ ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു ലിമിറ്റേഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കും. 9th one, കംഫേർട്ട് സോൺ ഡസിൻറ്റ് ലിമിറ്റ് യു. നിങ്ങളുടെ ലിമിറ്റ് എന്നുള്ളത് നിങ്ങളുടെ കംഫേർട്ട് സോൺ ആയിരിക്കില്ല തീരുമാനിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ലിമിറ്റ് എന്നുള്ളത് നിങ്ങൾ കംഫേർട്ടായിട്ട് രാവിലെ ഉറങ്ങുന്ന ആ ഒരു ബെഡായിരിക്കില്ല തീരുമാനിക്കുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണിനെയൊക്കെ നിങ്ങൾക്ക് എപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. 10th one, സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ ആ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല, അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ആരംഭിക്കണം, എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കണം, എന്തെങ്കിലും ഐഡിയയിൽ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം വർക്ക് ചെയ്യും, 2 ദിവസം വർക്ക് ചെയ്യും, പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. പക്ഷേ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അത് ജിമ്മിൽ പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വേറെ ഒരു പുതിയ സ്കില്ല് പഠിക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിലും എന്താണെങ്കിലും. ലാസ്റ്റ് വൺ, നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുക. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ആ സിറ്റുവേഷൻ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരാതെ നിങ്ങളത് ശരിയായിട്ടുള്ള തീരുമാനമാണ് എന്നുണ്ടെങ്കിലും എടുത്ത തീരുമാനം തെറ്റായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ തന്നെ ആയിരിക്കും ഏറ്റെടുക്കുന്നുണ്ടാവുക. സോ എനിവേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുടെ വീഡിയോ കൂടി വേണം എന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റിൽ അറിയിക്കുക. ബിയേർഡോടെ സുനാമി പെർഫ്യൂം പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്ത് നോക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ.